പ്രിയപ്പെട്ടവരെ, കേരള ഫാമിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ എന്താ കഥ എന്ന് ആലോചിക്കുന്നുണ്ടാവില്ലേ? ഒന്നുമില്ല, ചേളാരി പെരുവള്ളൂർ ചന്ത മെയിൻ റോഡ് എന്നുള്ള ദൃശ്യമാണ്. പഴയ ചേളാരി ചന്ത, ഇപ്പോൾ പറമ്പിൽ പീടിക പെരുവള്ളൂർ ചന്ത. അത് മെയിൻ റോട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെ എടുത്തു പോവാണ്. ഏകദേശം നമുക്ക് തെരുവോര കച്ചവടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവരൊന്ന് പിടിക്കും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ തന്നെ തുടങ്ങിയത്. തെരുവോര കച്ചവടത്തിൽ കുറച്ചപ്പുറത്തു തന്നെ ഉണ്ട്. അത് കുറേ ദൂരം നടക്കാണ്ടായതുകൊണ്ട് ഇവിടെ തന്നെ തുടങ്ങി. കോഴിക്കച്ചവടം തുടങ്ങി. നാടൻ കോഴികൾ, പൂവനുകളൊക്കെ ഉണ്ട്. ഈ പച്ചക്കറി വെക്കുന്ന ഫ്രഷ് സാധനം, വിലക്കുറവ്. നല്ല സാധനമാണ്, ഇഷ്ടം പോലെ. അപ്പം ഞാൻ വരുന്ന സമയം ഏകദേശം രാവിലെ 8 മണിക്കാണ് അവിടെ എത്തിയത്. ആ സമയത്ത് ആളുകൾ ഒന്നായിട്ട് കവറിൽ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട്, ഇഷ്ടം പോലെ. അപ്പോൾ ആളുകൾ അങ്ങനെ ബൾക്കായിട്ട് വാങ്ങുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു വിലക്കുറവുണ്ട്. ഒക്കെ 2.5 കിലോ 50 രൂപയാണ്. ഇരുഭാഗത്തുണ്ട് കേട്ടോ, റോഡിന്റെ ഇരുഭാഗത്തുണ്ട് പണിയായുധങ്ങൾ. അതാ കാലിച്ചാന്തയിൽ നിന്ന് കന്നുകൊണ്ടോ. രോഗം വരാതിരിക്കാൻ ശ്രമിക്കലാണ്, രോഗത്തെ തടയലാണ്. ആരോഗ്യമുള്ള മനസ്സുണ്ടാകും. ശരീരമാധ്യമം സാധനം കുട്ടികളൊക്കെ സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് കുട്ടികളൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തും. ചാക്കിലാക്കിയിട്ട് ആൾക്കാർ കോഴിക്കമ്പക്കാർ അതിനായിട്ട് വരുന്നത്. അല്ല, ചെറുപ്പക്കാരൊക്കെ കോഴി കച്ചവടത്തിലാണ്. തലകുത്തിന് തൂക്കി പിടിച്ച് നടത്തി. ഇവിടെയാണ് അതിൻ്റെ ഒരു വലിയ ഏരിയ. കെട്ടിയിലാക്കിയിട്ട് എന്താ ഇവിടെ കച്ചവടം നടക്കുന്നുണ്ട്. എന്നോ എനിക്കൊരു പ്രത്യേക ഒരു സംസ്കാര രീതിയായിട്ട് തോന്നി. പഴയ രീതിയിലുള്ള ഒരു വാട്ടർ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ പോലെ. ഒരു കോഴിക്ക് 650 വില ഉണ്ട് കേട്ടോ. എനിക്കൊരു സാധ്യത ഞാൻ പറയുന്നത്, വീട്ടിലൊക്കെ നാടൻ കോഴികളൊക്കെ വിൽക്കാണ്ടെങ്കിൽ പയ്യന്മാരുടെ അടുത്ത് കൊടുത്തയച്ചോളി. പെരുവള്ളൂർ വന്ന് വന്നാൽ പെട്ടെന്ന് കച്ചവടമുണ്ട്. അതാണ് നമ്മുടെ ചന്തയുടെ എൻട്രൻസ്. അപ്പുറത്ത് ഇരു സൈഡിലും കണ്ടോ, അവിടെയൊക്കെ കച്ചവടം ഉണ്ട്. പായസ കച്ചവടം വരെ ഉണ്ട്, ചായ കച്ചവടം. ധാരം വാങ്ങി വെച്ചതാണ് നാടൻ. ഇവിടെ ഒരു വെറൈറ്റി കാഴ്ചയുണ്ട്, നാണയത്തുട്ടുകൾ. എല്ലാ നാണയങ്ങളും ഉണ്ട്, പഴയ നാണയങ്ങൾ. വാങ്ങാനാണ്, വിൽക്കാനാണ് കേട്ടോ. കറൻസികളുണ്ട്. നാളെ കണക്ഷനുള്ള ആളുകൾക്കൊക്കെ ഇതിലും പോയിട്ട് അവിടെ ആട് ഫാം ഉണ്ട്. ഫാമല്ല, ആടുചന്ത ഉണ്ട്. അപ്പോൾ അത് വേറെ റൂട്ടായതുകൊണ്ട് ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല. ഈ വീഡിയോയിൽ പകർത്തുന്നില്ല. കൊട്ട, വട്ടി, ചട്ടി, കൊട്ടക്കയിൽ ഒക്കെ കയറുകൾ, പ്ലാസ്റ്റിക് കയറുകൾ. അതായത് പെരുവള്ളൂർ ചന്ത, ചേളാരി ചന്തൻ്റെ പുതിയ ചന്തയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കണ്ടോ, ഒരു ഹൈറ്റുള്ള പൊസിഷനാണ്. താഴേക്ക് പോകുന്നിടത്തോളം കാലിച്ചന്തയിലേക്ക് എത്തും. കാലിച്ചന്ത വളർത്തു പോത്തുകുട്ടികളായിട്ട് ആൾക്കാരെ നടത്തി കൊണ്ടുപോകണുണ്ടോ. വണ്ടിയൊക്കെ ഒന്നും വാങ്ങാതെ വേറെ വണ്ടി പുറത്തായിരിക്കും. ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ A to Z എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാതും കിട്ടും. എല്ലാതും എന്ന് പറഞ്ഞാൽ എല്ലാതും കിട്ടും. അപ്പോൾ അതിലെ ചെറിയൊരു ഭാഗം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ചെറിയ ഭാഗം ആണ് ഒരു വീഡിയോയിൽ ചെയ്യാൻ കഴിയുള്ളൂ. കുറേ ഭാഗമുണ്ട്. കോഴി കച്ചവടം തുടരുന്നു. മാങ്ങ, ഫ്രൂട്ട്സ്, വിത്തുകള്. വ്യത്യസ്ത തരം കോഴികൾ. താറാവ്, കൂട്ടൻ താറാവ്. 10 രൂപയുടെ കുട്ടികളാണ്. നമ്മളെ കളർ കോഴി കുട്ടികളായിട്ട് വാങ്ങലില്ല, അതിൻ്റെ വെള്ള കളർ ചേർക്കാത്ത. അപ്പുറത്ത് കരിങ്കോഴി ഉണ്ട്, കണ്ടോ.
താറാവൊക്കെ എങ്ങനെ ജോഡി? ജോഡി 450. അതാണും പെണ്ണും അങ്ങനെ കൊടുക്കുക? അങ്ങനെ കിട്ടും അല്ലേ? മറ്റേ ആ കോഴിക്കുട്ടികളോ? അത് നാടനാ? ആ, 2 350. കരിങ്കോഴി വില വിടുവോ? അട്ടപ്പാടി നാടൻ. ആ, അത് എത്ര വില? അട്ടപ്പാടി നാടൻ ഇവിടെയൊക്കെ ഉണ്ട്. ഏകദേശം നിങ്ങൾക്ക് പിന്നെ കാണുന്ന ആളുകൾക്ക് വില അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വില ചോദിച്ചു. ആ അതായുണ്ടാവും. ആ, ഇവിടെ മൊത്തത്തിൽ എല്ലാ സാധനത്തിനും ആദായം ഉണ്ട് അല്ലേ? അല്ലേ? ആ, ആൾക്കാർ ഒന്നായിട്ട് വാങ്ങി പോണുണ്ട്. ആ ആ ആ, അത് ശരി. ആ, മൂപ്പർക്ക് ഇതിന്റെ ബിസിനസ് ഉണ്ടാവില്ല. നോക്കുങ്ങള് ആ വണ്ടിയിൽ ആ പെട്ടി നിറച്ച് ഇവിടുന്ന് വാങ്ങി പോവാണ്. അപ്പോൾ ചേളാരിക്ക് വിലക്കുറവ് എന്നുള്ളത് എടുത്തു പറയാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ ചേളാരി. അങ്ങനെ ഇതാണ് മേലെന്നുള്ള കാഴ്ച. ഒറിജിനൽ ചന്തയ്ക്ക് നമ്മൾ കിടക്കണുള്ളൂ. ഇതിന് പ്രത്യേകം എന്താ വെച്ചാൽ ഒരു 10-12 മണിയാവുമ്പോഴേക്ക് ഫാമിലീസ് ഒന്നായിട്ട് വരാൻ തുടങ്ങും. കുട്ടികളും മക്കളും ഭയങ്കര രസമായിട്ടൊരു വരവുണ്ട്. ഇങ്ങനത്തെ ഒഴിവ് ദിവസം ആകുമ്പോൾ ചിലപ്പോൾ വീഡിയോയിൽ പകർത്താൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. ആ സമയമാകുമ്പോൾ നോക്കാം. കൂട്ടമായിട്ട് വരും. തന്നെ കസ്റ്റമേഴ്സാണ് അധികം. ഈ കൂട്ടമൊക്കെ കസ്റ്റമേഴ്സാണ്. അവിടെയൊക്കെ ഫാമിലീസ് ഇങ്ങനെ നടക്കുന്നുണ്ട്. ലേഡീസൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആൾ കൂടി വരും. ഇതെന്താ അവസ്ഥ വെച്ചാൽ പച്ചക്കറി, പഴങ്ങൾ, മുട്ട, പിന്നെ എന്താ പറയുക, കയറ്, കൈക്കോട്ട് ഐറ്റംസ്, അച്ചാറുകൾ, ബേക്കറികൾ, ചെരുപ്പുകൾ, ഡ്രസ്സുകൾ, ഇറച്ചി വാങ്ങാൻ, ചിക്കൻ വാങ്ങാൻ, പിന്നെ അതുപോലെ കാട്ടിറച്ചി വാങ്ങാൻ എല്ലാം ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് കാലിച്ചന്തയുണ്ട്. അതായത് ഒരു ലോകമാണ്, വെറൈറ്റി ലോകമാണ്. ഇത് നാടൻ കോഴിയൊക്കെ? നാടൻ കോഴി പെട്ട? ആ, എത്ര ജോഡി പറഞ്ഞേ? ആ, അത് വാങ്ങണില്ല. ആ, അത് ശരി. നിങ്ങൾ ഹോൾസെയിൽ, അവിടെ റീറ്റെയിലും അല്ലേ? ആ, ഓക്കെ. ഇപ്പൊ മര്യാദക്കാരാണ്, മനസ്സിലായില്ലേ? നമുക്ക് റേറ്റ് കുറഞ്ഞ് കൊടുക്കേണ്ടി വരും. അപ്പോൾ മറ്റു കച്ചവടക്കാരെ ബാധിക്കുന്നതാണ്. ആ ഒരു മനസ്സിനാണ് നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വില പറയാത്തത്. ഓക്കെ. ഇപ്പോൾ പെരുവള്ളൂർ ചേളാരി ചന്തയുടെ എന്താ പറയുക, ദൂരക്കാഴ്ചകൾ അല്ലെങ്കിൽ അടുത്തിടപഴകിയ എൻട്രൻസിൽ തന്നെയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഈ വീഡിയോയിൽ. അപ്പോൾ എൻട്രൻസിലുള്ള കാഴ്ചകൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കി കാര്യങ്ങൾ കാണാം.